മാവേലിക്കരയിലുള്ള ഒരു അമ്പലമാണ് ചെട്ടികുളങ്ങര. അവിടെ 52 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ഞാനന്ന് കായംകുളത്ത് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ മാവേലിക്കര ചെട്ടികുളങ്ങരയ്ക്ക് അടുത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു അത്ഭുത കാര്യം നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു നേഴ്സാണ്, ഫോറിനിൽ ഒരു നേഴ്സ് വന്ന് അവിടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് ഒരു കാറ് പിടിച്ചു, ടാക്സി കാറ് പിടിച്ച് ഇങ്ങനെ പോയപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആ കാറിനകത്ത് 2 പേരൂടെ കയറി. ഇവരവിടെ ഒരു കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാറ് ഡോറ് പൂട്ടിയിട്ട് ഇവർ അങ്ങ് ഒരു കള്ള് ഷാപ്പിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഈ കുട്ടിക്ക് ആകെപ്പാടെ പേടിയായി. ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്. കുട്ടിക്ക് ആകെപ്പാടെ പേടിയായി. ഇവർ 3 പേരും കൂടെ കള്ള് ഷാപ്പിൽ കയറിയപ്പോൾ ഈ കൊച്ചു ആകെപ്പാടെ വിഷമിച്ചപ്പോൾ ചെട്ടികുളങ്ങര അമ്പലത്തിനടുത്തായത്. എൻ്റെ ചെട്ടികുളങ്ങര അമ്മേ, എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഏതായാലും ആ കുട്ടി കാറിനകത്തിരിക്കുക, പൂട്ടിയിട്ടിട്ടാണ് പോയത്. പെട്ടെന്ന് തന്നെ ഒരു പ്രായമുള്ള ഒരമ്മ, നല്ല പ്രായമുള്ള ആ അമ്മ വന്ന് കാറിൻ്റെ ഡോറ് തുറന്നിട്ട് പറഞ്ഞു, മോളെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് കാറിൻ്റെ ഡിക്കി തുറന്ന് അതിനകത്തുനിന്ന് വലിയൊരു പെട്ടി, ആ കൊച്ചിൻ്റെ ഒരു പെട്ടി, അതും എടുത്ത് വല്യമ്മ തലയിൽ വെച്ചു. മോൾ എൻ്റെ കൂടെ വരാ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മോൾക്കങ്ങ് സന്തോഷമായി. മോൾ പറഞ്ഞു, അമ്മയെ ഇവിടെ നിൽക്കി, ഞാൻ പോയി എല്ലാവരുടെയും പറഞ്ഞ് അമ്മയ്ക്ക് എന്തെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ് മോൾ അകത്തോട്ട് കയറാൻ തുടങ്ങിയപ്പം പറഞ്ഞു, മോൾ അവിടെ നിൽക്കി, എനിക്ക് ഈ പെട്ടിക്കകത്തിരിക്കുന്ന ചുമന്ന സാരി എനിക്ക് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി. അപ്പോഴാണ് മനസ്സിലായത് കൊച്ചിനെ രക്ഷിച്ചത് ചെട്ടികുളങ്ങര അമ്മയായിരുന്നു. അല്ലെങ്കിൽ ആ കാറിനകത്തിൽ, ആ പെട്ടിക്കകത്തിപ്പോൾ ചുവന്ന സാരി ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ അതുപോലെ സംഭവിക്കും എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. ഞാൻ എപ്പോഴും ചെട്ടികുളങ്ങര അമ്പലത്തിൽ എനിക്ക് പോകാറുണ്ട്. എൻ്റെ അമ്മാത്തതിനടുത്താണ്, പനച്ചമൂടെന്ന് പറഞ്ഞ സ്ഥലത്ത്. ചെട്ടികുളങ്ങരയിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ പനച്ചമൂട്. അതിനടുത്താണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പം ഞങ്ങളെല്ലാ വെക്കേഷനും ഞാനും ചേച്ചിയൊക്കെ കൂടെ ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോവും, അമ്മാത്ത് പോവും, കുറേ ദിവസം താമസിക്കും. നല്ല സന്തോഷം തരുന്ന അനുഭവങ്ങളായിരുന്നു അന്ന് അവിടെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് ഭക്തിയോടുകൂടി വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ. അപ്പോൾ ആ അമ്പലത്തിൽ, ചെട്ടികുളങ്ങര അമ്പലത്തിൽ ഇപ്പോൾ ഉദിച്ചൈതന്യ സ്വാമിയുടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നാട്ടിലില്ല, ഞാൻ പൂനെയിലാണ്. എന്നാലും ഞാൻ എപ്പോഴും അതെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഭക്തിയാണ് മനസ്സിൽ. എല്ലാവർക്കും സന്തോഷം.